നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറി കണ്ടാലോ. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സവാള ഒരു 3 എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 5 വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കടുകിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാവുന്നതാണ്. സവാളയും പച്ചമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം നമുക്കതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ അതിലോട്ടൊരു അരമുറി തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മസാലപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളച്ച് വരുമ്പോഴത്തേക്കിന് അതൊന്ന് കൊഴുപ്പ് പരുവത്തിലാവുമ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കനും ഇട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് കറി റെഡി ആവുന്നതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് കറി റെഡി ആവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.